അവർക്കും അവരുടെ അമ്മയ്ക്കും ഈ വീട്ടിൽ സ്വൈരമായി കഴിയാൻ എൻ്റെ മുന്നിൽ ഇതേ ഉള്ളൊരു വഴി. അച്ഛനോട് ക്ഷമിക്കുമോളെ. ആഹാ, വന്നല്ലോ നമ്മുടെ ഊമസുന്ദരി. അതെ, നീ എന്താ ലേറ്റായത്? നിന്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നിന്നെ കാത്തിരുന്ന് ബോറടിച്ചപ്പോ 2 ചെറുത് കഴിച്ചു. അതുകൊണ്ട് ഗുണമുണ്ടായെന്ന് കൂട്ടിക്കോ. അല്ല, അങ്കിളിന്റെ തീരുമാനത്തെ കുറിച്ചൊന്നും ഇവളോട് പറഞ്ഞില്ലേ? ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവക്ക് അതിൽ സമ്മതക്കുറവൊന്നുമില്ല. അതെയോ? അപ്പൊ കല്യാണം എങ്ങനെയാ? അധികം വെച്ച് താമസിപ്പിക്കണ്ട, നാളെ തന്നെ അങ്ങ് നടത്തിയാലോ? എന്താ? ദേവൂട്ടിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. അതെയോ? എങ്കിലും ആയിക്കോട്ടെ. എന്താ നിനക്ക് പറയാനുള്ളത്? എന്താ വിളി പറയുന്നേ? തരാനുള്ള കാശിന്റെ കാര്യത്തിലേ നിങ്ങൾ കാണിച്ചത് വഷളത്തരമാണെന്ന്. അതെ, വഷളത്തരമാണ്. ഞാനാ വഷളത്തരം കാണിച്ചതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരാന്ന് നിന്റെ അച്ഛൻ സമ്മതിച്ചത്. അപ്പൊ ചെയ്തത് വഷളത്തരമാണെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടായേ. തരാനുള്ള കാശ് നീ അയക്ക് എങ്ങനെ കൊടുക്കും? അത് കൊടുക്കാൻ പറ്റാത്തോണ്ടല്ലേ നിന്റെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു തന്നെ. അച്ഛൻ തരാനുള്ള കടം പലിശ അടക്കാൻ തന്നാ നിങ്ങൾ ഇവിടുന്ന് പോവാൻ തയ്യാറാവോന്നാ ദേവൂട്ടി ചോദിച്ചത്. ആ കടം തീർക്കാൻ നിന്റെ അച്ഛൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ലല്ലോ, പിന്നെ നീ ഇതെങ്ങനെ തീർക്കും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ദേവൂട്ടിയെ വിവാഹം കഴിക്കാം. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാ മതി. അവന് സ്വർണം പണമൊന്നും വേണ്ട, നിന്നെ മാത്രം മതിയെന്നും പറഞ്ഞ് ഒറ്റക്കാലില് നിൽക്കുമായിരുന്നു. നീ കല്യാണത്തിന് സമ്മതിച്ചാ മതി ദേവൂട്ടി. അല്ല ദേവൂട്ടി, നിനക്ക് ഇവിടുന്ന് ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയേ? ഇത് സ്വർണം തന്നെ ആണല്ലോ അല്ലേ? എന്താ ഇവിടെ? സുരേന്ദ്രേട്ടാ, നമ്മുടെ മോള് കൊണ്ടുവന്നതാ. ഇതിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളാ. ഈ പൊന്നും പണ്ടവും വേണോ അതോ ഈ ഊമപ്പെണ്ണിനെ സ്വീകരിക്കണം? എനിക്ക് തൽക്കാലം ഈ പൊന്നും പണ്ടോ മതി. അല്ലാതെ നിന്നെ പോലൊരു ഊമപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ മാത്രം മണ്ടനൊന്നും അല്ല ഞാൻ. അതെ, അത് മുഴുവൻ തരാനൊന്നും പറ്റൂല. തനിക്ക് ഞങ്ങൾ തരാനുള്ളതിന്റെ 3 ഇരട്ടി വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ അതിന്റെ പകുതിയെങ്കിലും ഇങ്ങ് തരണം. ആ, അതെനിക്ക് മനസ്സിലായി. ഇനി കാശിന്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താൻ വരരുത്, അതല്ലേ നീ പറഞ്ഞത്? ഇല്ല, ദേ നമ്മൾ തമ്മിലുള്ള ഇടപാട് ഇതോടെ തീർന്നു. അത് മുഴുവനൊന്നും തന്നുവിടാൻ പറ്റില്ല. അത് ഇവള് പറയട്ടെ. അല്ല, ഇത് മുഴുവൻ കിട്ടിയാലും എന്റെ മുടക്കിന്റെ പലിശ ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പണമിട പോലും ഞാൻ തരില്ല. അവിടെ നിക്കേ, തന്നോട് നിക്കാനാ പറഞ്ഞേ.
വേണ്ടെന്തോ അതവൻ കൊണ്ടുപോയിക്കോട്ടെ അതോടെ ആ ശല്യം തീർന്നു കിട്ടുമല്ലോ